രണ്ടാം ക്ലാസ്സിലെ അഖ്ലാഖിലെ 8ാമത്തെ പാഠം. പാഠം 8. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എൻ്റെ മുത്തുനബി. പാഠം നോക്കാം. നബീലിൻ്റെ ഉമ്മയും ഉപ്പയും ഉംറ ചെയ്തു തിരിച്ചു വന്നു. മക്കയിൽ പോയി ഉംറ ചെയ്ത് തിരിച്ചു വന്നു. നബീലിൻ്റെ വീട്ടിൽ അന്ന് നല്ല തിരക്കായിരുന്നു. ബന്ധുക്കളെല്ലാം വീട്ടിലെത്തി. അവരോട് ബഹുമാനം കാണിച്ച് സലാം പറയുകയും വിശേഷങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തു. ഉംറ കഴിഞ്ഞ് വന്ന നബീലിൻ്റെ വീട്ടിൽ ഭയങ്കര തിരക്കായിരുന്നു അല്ലേ. നബീൽ ചിന്തിച്ചു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാട്ടിൽ പോയിട്ടാണ് അവർ ഉംറ ചെയ്തത്. എവിടെ പോയിട്ടാണ് ഉംറ ചെയ്തത്? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാട്ടിൽ പോയിട്ട് മക്കയിൽ പോയിട്ടാണ് ഉംറ ചെയ്തത്. തിരുനബിയോട് ഇഷ്ടം കാണിക്കുന്നവരെ എല്ലാവരും ബഹുമാനിക്കുന്നു. നബി തങ്ങളോട് ഇഷ്ടം കാണിക്കുന്നവരെ എല്ലാവരും ബഹുമാനിക്കുന്നു. അള്ളാഹു അവരെ വളരെയേറെ ഇഷ്ടപ്പെടുന്നു. നാം തിരുനബിയെ നന്നായി സ്നേഹിക്കണം. നബിയെ ഇഷ്ടപ്പെടുന്നവർ നബിയുടെ പേരിൽ ധാരാളം സ്വലാത്ത് ചൊല്ലും. എങ്ങനെയാണ് നബിയെ ഇഷ്ടപ്പെടുക? നബിയുടെ പേരിൽ ധാരാളം സ്വലാത്ത് ചൊല്ലും. നമുക്ക് സ്വലാത്ത് ചൊല്ലി നബിയോട് ഇഷ്ടം വെക്കാം. നമുക്കും അതുപോലെ സ്വലാത്ത് ചൊല്ലി നബിയോട് ഇഷ്ടം വെക്കാം. ധാരാളം സ്വലാത്ത് ചൊല്ലി നബിയോട് ഇഷ്ടം വെക്കാം. ഇനി നമുക്ക് ഈ പാഠത്തിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉള്ള ഭാഗം നോക്കാം. തദ്രീബാത്ത്. ഉത്തരം ചോദിച്ച് കണ്ടെത്താം. 1. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച സ്ഥലം. നബി ജനിച്ച സ്ഥലം എവിടെയാണ്? മക്കയിൽ. ഉത്തരം മക്കയിൽ. വഫാത്തായ സ്ഥലം. നബി തങ്ങൾ വഫാത്തായത് മദീനയിൽ. ഉത്തരം മദീനയിൽ. 2. തിരുനബിയുടെ പേര്. നബിയുടെ പേരെന്താണ്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് ശീലിക്കാം. ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് സ്വലാത്ത് ചൊല്ലി അതിൻ്റെ എണ്ണം രേഖപ്പെടുത്തുക. ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് സ്വലാത്ത് ചൊല്ലിയിട്ട് എത്ര സ്വലാത്ത് ഉണ്ടെന്ന് എഴുതി വെക്കാം. 2. മക്കയുടെയും മദീനയുടെയും ചിത്രങ്ങൾ ശേഖരിച്ച് പുസ്തകത്തിൽ ഒട്ടിക്കുക. മക്കയുടെയും മദീനയുടെയും ചിത്രങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അത് ശേഖരിച്ച് വെച്ച് പുസ്തകത്തിൽ ഒട്ടിക്കാം. 3. പൂരിപ്പിക്കാം. തിരുനബിയുടെ നാട്ടിൽ ചെന്ന് നാം ഡേഷ് നിർവഹിക്കുന്നു. നബിയുടെ നാട്ടിൽ ചെന്ന് എന്താണ് നിർവഹിക്കുക? ഉംറ. ഉത്തരം ഉംറ നിർവഹിക്കുന്നു. നബിയെ ഇഷ്ടപ്പെടുന്നവരെ എല്ലാവരും ഡേഷ്. നബിയെ ഇഷ്ടപ്പെടുന്നവരെ എല്ലാവരും ബഹുമാനിക്കുന്നു. നബിയെ ഇഷ്ടപ്പെടുന്നവർ നബിയുടെ മേൽ ധാരാളം ഡേഷ് ചൊല്ലുന്നു. എന്താണ് ചൊല്ലുക? സ്വലാത്ത് ചൊല്ലുന്നു. സ്വലാത്ത്. പകർത്തി എഴുതാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സ്വലാത്ത് ഇവിടേക്ക് പകർത്തി എഴുതി വെക്കാം. പാഠം 9. സലാം പറയൽ. നാം ഒരു മുസ്ലിമിനെ കണ്ടുമുട്ടുമ്പോൾ പുഞ്ചിരിച്ച് സലാം പറയണം. ഒരു മുസ്ലിമായ ഒരു മനുഷ്യനെ കണ്ടുമുട്ടിയാൽ പുഞ്ചിരിച്ച് സലാം പറയണം. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ കേട്ടയാൾ വ അലൈക്കും അസ്സലാം വറഹ്മത്തുള്ള എന്ന് മറുപടി പറയണം. ഒരാൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ കേട്ടയാൾ എന്ത് പറയണം? വ അലൈക്കും അസ്സലാം വറഹ്മത്തുള്ള എന്ന് മറുപടി പറയണം. സംസാരം തുടങ്ങാൻ ഏറ്റവും നല്ല വചനം അസ്സലാമു അലൈക്കും എന്ന് തന്നെയാണ്. ഒരാളെ കണ്ടാൽ സംസാരിച്ച് തുടങ്ങുമ്പോൾ ആദ്യം ചൊല്ലുന്ന വാക്ക് അസ്സലാമു അലൈക്കും. വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോഴും തിരിച്ചു വരുമ്പോഴും നാം സലാം പറയണം. രാവിലെ നമ്മൾ വീട്ടിൽ നിന്ന് മദ്രസയിലേക്ക് പോകും അല്ലേ, സ്കൂളിലേക്ക് പോകും, തിരിച്ചു വരും. അപ്പോഴൊക്കെ എന്ത് പറയണം? സലാം പറയണം. ചെറിയവർ വലിയവരോട് സലാം പറയണം. ചെറിയ കുട്ടികളാണ് നമ്മളൊക്കെ അല്ലേ. അപ്പോൾ വലിയവരെ കണ്ടാൽ സലാം പറയണം. നടന്നു വരുന്നയാൾ ഇരിക്കുന്നയാളോട് സലാം പറയണം. നടന്നു വരുന്നയാൾ ഇരിക്കുന്നയാളോടാണ് സലാം പറയേണ്ടത്. നാം മറ്റൊരാൾക്ക് കൊടുക്കുന്ന നല്ല സമ്മാനമാണ് സലാം പറയൽ. നാം മറ്റൊരാൾക്ക് കൊടുക്കുന്ന ഏറ്റവും നല്ല സമ്മാനം എന്താണ്? സലാം പറയൽ. അള്ളാഹുവിൻ്റെ സമാധാനം നിങ്ങൾക്കുണ്ടാവട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അള്ളാഹുവിൻ്റെ സമാധാനം നിങ്ങൾക്കുണ്ടാവട്ടെ. അസ്സലാമു അലൈക്കും എന്നതിൻ്റെ അർത്ഥമാണിത്. നാം മറക്കാതെ സലാം പറയണം. മടിക്കാതെ അത് ശീലിക്കണം. മറക്കാതെ എന്നും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴും വീട്ടിലേക്ക് വരുമ്പോഴൊക്കെ നമ്മൾ സലാം പറയണം. അത്
ശീലിക്കുകയും വേണം, അത് സ്ഥിരമാക്കുകയും വേണം. നമുക്ക് ഈ പാഠത്തിൻ്റെ തദ്രീബാത്ത് നോക്കാം. 1. വായിക്കാം, തിരുത്താം. ഇത് വായിച്ചിട്ട് ഇതിലുള്ള തെറ്റ് തിരുത്താം. 1. മുതിർന്നവർ ചെറിയവരോടാണ് സലാം പറയേണ്ടത്. അങ്ങനെയാണോ പറയേണ്ടത്? അല്ല. ഉത്തരം ചെറിയവർ മുതിർന്നവരോടാണ് സലാം പറയേണ്ടത്. ഇതിൻ്റെ ഉത്തരം ചെറിയവർ മുതിർന്നവരോടാണ് സലാം പറയേണ്ടത്. 2. വീട്ടിലേക്ക് കയറുമ്പോൾ വീട്ടിലുള്ളയാൾ സലാം പറയണം. അങ്ങനെയാണോ? ഇത് തെറ്റാണ്. വീട്ടിലേക്ക് കയറുന്നയാൾ വീട്ടിലുള്ളയാൾക്ക് സലാം പറയണം. ഉത്തരം വീട്ടിലേക്ക് കയറുന്നയാൾ വീട്ടിലുള്ളയാൾക്ക് സലാം പറയണം. 2. നിങ്ങളുടെ സ്കൂളിൽ നിങ്ങൾ കേട്ട വിവിധ അഭിവാദന രീതികളെക്കുറിച്ച് ഉസ്താദിനോട് പറയൂ. അടുത്തത് ചെയ്തു ശീലിക്കൂ. വീട്ടിലേക്ക് വരുമ്പോൾ വീട്ടിലുള്ളവരോട് സലാം പറയൽ. വീട്ടിലേക്ക് വരുമ്പോൾ വീട്ടിലുള്ളവരോടൊക്കെ സലാം പറയൽ ശീലിക്കുക. മദ്രസയിൽ പ്രവേശിക്കുമ്പോൾ കൂട്ടുകാരോട് സലാം പറയൽ. മദ്രസയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മളൊക്കെ സലാം പറയാറുണ്ട് അല്ലേ? കൂട്ടുകാരോട് സലാം പറയണം. വായിച്ചെഴുതാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇത് വായിച്ചിട്ട് ഇതുപോലെ ഈ കോളത്തിൽ എഴുതാം. ഈ പാഠം ഇവിടെ അവസാനിക്കുന്നു. 2ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് ഈ പാഠം ഉപകാരപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം.